ആണ്. അത് മാത്രമല്ല, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ സയൻറ്റിഫിക് വശം കൂടുതലായിട്ട് അറിയില്ല. പക്ഷേ ഗൂഗിൾ ഒരു സെമാൻറ്റിക് സെർച്ച് എഞ്ചിനായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് മുതൽ ഏറ്റവും കൂടുതൽ ആ സെമാൻറ്റിക് സ്വഭാവം കാണിക്കുന്നത് ഈ GMBയിലാണ്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സെമാൻറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാൻ ഇപ്പോൾ ഒരു ഫിലിം കണ്ടിട്ട് ഇറങ്ങുന്നു. ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു, എന്തു പറയും? കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചെന്താ എങ്ങനെ ഉണ്ടായിരുന്നു, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ഷാൻ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നു, ഞാൻ ചോദിക്കുന്നു എങ്ങനെയുണ്ട്, അപ്പൊ എന്തു പറയും? നല്ലതാണെങ്കിൽ നല്ലതാണ്. അവിടെ രണ്ട് സ്ഥലത്ത് ഞാൻ ഉപയോഗിച്ച വാക്ക് ഒന്നാണ്, എങ്ങനെ ഉണ്ടായിരുന്നു മാത്രം. ഇപ്പോൾ കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഷാൻ മറുപടി പറഞ്ഞത്. അതായത് ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടിട്ട് ആ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചത്. നേരത്തെ ഗൂഗിൾ എങ്ങനെയാണെന്ന് അറിയാമോ? ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ വേർഡ് ടു വേർഡ് മാച്ചിങ് ആണ്. കാരണം അതിന് കൃത്യമായിട്ട് ചോദിക്കണം, എങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം, എന്നാൽ മാത്രമേ അതിനറിയാൻ പറ്റൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അണ്ടർലൈങ് ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ടോ, ആ മീനിങ്ങിലുള്ള ആൻസർ കൊടുക്കും. നമ്മൾ ജസ്റ്റ് പ്രസിഡന്റ് എന്ന് ഇവിടുന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്നത് ദ്രൗപദി മുർമു എന്ന്. കാരണം അവർക്കറിയാം നമ്മൾ സെർച്ച് ചെയ്യുന്നത് എവിടുന്ന, ഇന്ത്യയിൽ നിന്നാണ്. നമ്മൾ ജസ്റ്റ് ചോദിക്കും നമ്മുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറഞ്ഞുതരും. അതേസമയം പ്രസിഡന്റ് എന്ന് UAE സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള കിങ്ഡം അല്ലെങ്കിൽ രാഷ്ട്രത്തലവൻ ആരാ അവരെ കാണിക്കും. ഇത് ഈ ഒരു ബേസ് ആണ് ആക്ച്വലി ഒരു സെമാൻറ്റിക് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അതായത് ഒരു മീനിങ്, മീനിങ്, ബിഹേവിയർ, പേഴ്സണൽ ബിഹേവിയർ, പേഴ്സണലൈസേഷൻ, ഇത്ര ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് സെമാൻറ്റിക് സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലാണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് നമ്മൾ ബെസ്റ്റ് ബിരിയാണി എന്ന് പറയുന്നത്, ബെസ്റ്റ് ബിരിയാണി നിയർ മീ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബിരിയാണി ബെസ്റ്റ് എന്നോ പിന്നെ അങ്ങനെയുള്ള കീവേഡുകൾ ഇല്ലാത്ത ബിസിനസ് പ്രൊഫൈൽ റാങ്ക് ചെയ്ത് കാണിക്കും. അതെങ്ങനെയാണെന്ന് അറിയാമോ? അതെങ്ങനെയാണ്? ഗൂഗിളിന് അറിയാം ബെസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എന്നുള്ള വാക്ക് തന്നെ വേണ്ട. ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ അത് ബെസ്റ്റ് അല്ലേ? കറക്റ്റ്. ദ ബിരിയാണി വാസ് ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ അത് ബെസ്റ്റ് ആണ്. പണ്ട് ഗൂഗിൾ കീവേഡ് മാച്ച് ആണ്. ഇപ്പൊ കോണ്ടെക്സ്റ്റ് മാച്ച് അല്ല. പോസിറ്റീവ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഇപ്പൊ റിവ്യൂ കണ്ടന്റിനകത്ത് പോസിറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ട്. ആ പോസിറ്റീവ് സെന്റിമെന്റ്സ് വരുമ്പോൾ ഒരാൾ നല്ലതേ പറയും. അതുപോലെ നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ്. നെഗറ്റീവ് സെന്റിമെന്റ്സ് വരുമ്പോൾ കൃത്യമായിട്ട് അതിനറിയാം. 5 സ്റ്റാർ റിവ്യൂ ഇട്ടിട്ട് ഫുഡ് നല്ലതല്ല എന്നുള്ള രീതിയിലൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിനറിയാം അത് അവിടെ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് നടക്കുന്നുണ്ട് എന്നറിയാം. അപ്പൊ സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് സെമാൻറ്റിക് സെർച്ച് എഞ്ചിനായിട്ട് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലാണ്.